ഹായ് ഹായ് ഹായ്. അപ്പോൾ കുറേ നാളിന് ശേഷമാണ് ഒരു യാത്ര പ്ലാൻ ചെയ്തതും ആ യാത്രകൾക്കകത്ത് ശരിക്ക് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രിപ്പയറായത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ യാത്രയുടെ ആദ്യത്തെ ദിവസമൊന്നും ഞാൻ വലിയ സന്തോഷത്തിലല്ലായിരുന്നു. കാര്യം എനിക്ക് അങ്ങോട്ട് വലിയ രീതിയിൽ അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റുന്നില്ല. കാണുന്ന കാഴ്ചകളോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന ഒരു കാര്യങ്ങൾ പോലും എനിക്ക് നല്ല രീതിയിൽ അത് അങ്ങോട്ട് കയറുന്നില്ല. അതിൻ്റെ നല്ല വശങ്ങൾ കയറുന്നില്ല. ചിലപ്പോൾ യാത്രയുടെയൊക്കെ ക്ഷീണവും സ്ട്രെസ്സും ഒക്കെ കൊണ്ടായിരിക്കും. പക്ഷേ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണുകളിലേക്ക് ചില കാര്യങ്ങൾ കാണാൻ തുടങ്ങി. കാണുന്ന കാഴ്ചകൾക്കകത്തേക്ക് ഞാൻ ഇറങ്ങാൻ തുടങ്ങി. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ എൻ്റെ കാഴ്ചകളിലെ ഞാൻ കണ്ട കാഴ്ചകളിലെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാണ്. അത് ഒരുപാടുണ്ട്. ഓരോന്നും ഓരോ രീതിയിൽ ഞാൻ ആ കാഴ്ചകൾക്കകത്തുള്ള പൊരുളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ചെന്നൈയിൽ വന്നിട്ട് 3rd ഡേ ആണ് ഒരു മെട്രോ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കൂടെ കുഞ്ഞുണ്ട്. അപ്പോൾ ഒരു മെട്രോ ജേർണി അവർക്കും ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആകും എന്നുള്ള രീതിയിലായിരുന്നു ശരിക്കും മെട്രോ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ മെട്രോ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് സംഭവിച്ചൊരു കാര്യം, ഇവിടെ വന്ന് കഴിച്ച ഫുഡിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ ഫുഡ് പോയ്സണിങ് അടിച്ചു. അപ്പം നല്ല രീതിയിൽ അങ്ങോട്ട് നിൽക്കാൻ പറ്റുന്നില്ല സ്റ്റേബിളായിട്ട്. ശരീരം നല്ല ക്ഷീണമുണ്ട്, ഒന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്താണ് ഈ കുത്തി വലിക്കുന്ന പോലെ വയറിനകത്ത് നല്ല പെയിനുണ്ട്. അതുപോലെ തന്നെ വോമിറ്റിംഗ് ഉണ്ട്, വോമിറ്റ് ചെയ്തു. അപ്പം ഇതെല്ലാം കൊണ്ട് എനിക്ക് പുറത്തുള്ള കാഴ്ചകളോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റുന്നില്ല. എങ്കിലും എത്രയെന്ന് പറഞ്ഞിട്ട് ആ റൂമിനകത്ത് ഇരിക്കുന്നതെന്ന് പറഞ്ഞ് നേരെ വൈകിട്ട് ഒരു 7 മണിയായപ്പോൾ റോഡിലോട്ട് ഇറങ്ങിയതാണ്. ഇച്ചിരി ഒരു സോഡയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്നും പറഞ്ഞിട്ട്. പക്ഷേ ഇറങ്ങി ഞാനും കുഞ്ഞും കൂടെ നടന്ന് ചെന്ന് നോക്കിയപ്പോൾ ഓക്കെ മെട്രോയുടെ ഫ്രണ്ടിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഞാൻ പറഞ്ഞു, എടാ നമുക്കൊരു കാര്യം ചെയ്യാമോ, നമുക്ക് മെട്രോ കയറാമോ എന്ന് ചോദിച്ചു. അവളും ഓക്കെ പറഞ്ഞു. ഞങ്ങൾ നേരെ മെട്രോ കയറി. അപ്പോൾ മെട്രോയ്ക്കകത്ത് കൊണ്ട കുറേ വിശേഷങ്ങളിൽ ഒരു വിശേഷമാണ് ഒരു അച്ഛൻ, ഒരമ്മ, ഒരു 3 വയസ്സായ ഒരു കുഞ്ഞ്. ഇവർ 3 അല്ല, ഒരു 4-5 വയസ്സ് വരും കേട്ടോ, ഒരു മോൻ. ഇവർ 3 പേരും കൂടെ എങ്ങോട്ടോ പോവുകയാണ് മെട്രോയിൽ. പക്ഷേ ഈ കുഞ്ഞിൻ്റെ അമ്മയും ഭയങ്കരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് കളിച്ച് ചിരിക്കുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് കളിച്ച് ചിരിച്ചിരിക്കുക. പക്ഷേ അച്ഛൻ, ഇവർ 3 പേരും അടുത്തടുത്തായിരിക്കുന്നു. പക്ഷേ ഇദ്ദേഹം ആ കയറിയത് മുതൽ, കാര്യം ഫസ്റ്റ് ടൈം മെട്രോ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ മോൾക്ക് കുറച്ചുകൂടെ ഒരു ടൈം അതിനകത്ത് ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സെൻട്രൽ ടു എയർപോർട്ട് വരെ ഇച്ചിരി ലോങ് ജേർണിയിലാണ് നമ്മൾ അതിൽ കയറിയത്. കാര്യം അത്രയും നേരത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഇച്ചിരി നേരം ഇരിക്കേണ്ടി വന്നതുകൊണ്ട് തന്നെ കാഴ്ചകൾ ഒത്തിരി കിട്ടി. അന്നായിരുന്നു ഞാൻ ശരിക്കും കാഴ്ചകളൊക്കെ ഇങ്ങനെ ഒപ്പിയെടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇവരും ശരിക്കും ചെന്നൈ എയർപോർട്ടിൽ നിന്നിട്ട് തിരിച്ചു വരുമ്പോഴാണ് സെൻട്രലിലേക്ക് വരുന്നവരാണ്. അത്രയും ദൂരം ലാസ്റ്റ് സ്റ്റോപ്പ് ഇറങ്ങേണ്ടവരാണ് ഈ 3 പേരും. പക്ഷേ അമ്മയും മകനും ഭയങ്കരമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. കാര്യം ഞാനിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. ഭയങ്കര വൈബാണ് ആ അമ്മയും മോനും. അമ്മ അതിൽ കളിക്കുന്നു, ചിരിക്കുന്നു, അന്താക്ഷരി ഇടുന്നു. അതുപോലെ തന്നെ അവൻ്റെ നഴ്സറി റൈംസ് പാടുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ 2 പേരും തമ്മിലുള്ള ഒരു കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് എനിക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ എനിക്കറിയത്തില്ല ഇതിൽ ആരാണ്, മലയാളിയാണോ എന്ന് ഒന്നും അറിയത്തില്ലല്ലോ. സംസാരിക്കുന്നത് തമിഴാണെന്നുണ്ടെങ്കിലും മലയാളീസും കാണുമല്ലോ. ഇനി ഇൻ കേസ് അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് എങ്ങാണെങ്കിലും വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അടി വീഴുമെന്നുള്ള പേടിയിലാണ് ഞാൻ പിന്നെ ആ ഒരു സീൻ എടുക്കുന്നത്. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, അദ്ദേഹം ഇതുമായിട്ട് യാതൊരു കാര്യമായിട്ട് ലിങ്ക്ഡ് അല്ല. ഫുൾ മൊബൈലിനകത്താണ്. ആ കയറിയത് ഫസ്റ്റ് സ്റ്റോപ്പ് ടു ലാസ്റ്റ് സ്റ്റോപ്പ് അദ്ദേഹം ഫുൾ മൊബൈലിനകത്താണ്. അദ്ദേഹം അങ്ങനെ ആഴ്ന്നിറങ്ങിയിരിക്കുക. അപ്പോൾ ഈ കുഞ്ഞ് പറയുകയും എടുക്കുകയും ചെയ്യുന്ന കാര്യം അപ്പോഴപ്പോഴായിട്ട് ഈ കുഞ്ഞിൻ്റെ അമ്മ ഈ കുഞ്ഞിൻ്റെ അച്ഛനെ ഇങ്ങനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇവൻ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അയാൾ ഇങ്ങനെ നോക്കിയിട്ട് ഇത്രയേ ഉള്ളൂ എക്സ്പ്രഷൻ.
ആ ഒരു ഹാപ്പിനെസ്സിൻ്റെ ഇടയിൽ, അമ്മയ്ക്കും കുഞ്ഞിനും ഇടയിലുള്ള ഒരു ഹാപ്പിനെസ്സിൻ്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ടാക്കാനായിട്ട് അദ്ദേഹത്തിന് പറ്റുന്നില്ല. സോ അത് ഒരേ സമയം എന്നെ സന്തോഷിപ്പിക്കുകയും ചെയ്ത കാഴ്ചയായിരുന്നു, ഒരേ സമയം ചിന്തിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്ത കാഴ്ചയായിരുന്നു. ഒരു പക്ഷേ ആ കുഞ്ഞ് അത്രയും ആ കുഞ്ഞ് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുന്ന അതേ ടൈമിൽ അമ്മയിൽ നിന്നിട്ട് കിട്ടുന്ന അതേ സെയിം സപ്പോർട്ട് അച്ഛനിൽ നിന്നും കൂടി കിട്ടിയിരുന്നെങ്കിൽ അത് വേറെ ലെവലാവുമായിരുന്നു. സോ അദ്ദേഹം ഒന്നിനോടും പ്രതികരിക്കുന്നില്ല. മൊബൈലും മാറ്റി വയ്ക്കുമ്പോൾ അദ്ദേഹം വേറെ ഏതോ ലോകത്തിലാണ്. മേ ബി കുടുംബത്തിൻ്റെ ഭാരമൊക്കെ ചുമക്കുന്നതുകൊണ്ട് വേറെ ഏതെങ്കിലും ലോകത്തിലാണോ, ബിസിനസ്സിൻ്റെ എന്തെങ്കിലും കാര്യമാണോ, വർക്ക് ലോഡാണോ എന്നൊന്നും അറിയത്തില്ല. പക്ഷേ കുഞ്ഞുങ്ങളുമായിട്ട് പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു നമുക്കുള്ള സ്പേസ് നമ്മൾ കുഞ്ഞുങ്ങൾക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അതെന്നെ വല്ലാണ്ട് വിഷമിപ്പിക്കുകയും അമ്മയുടെയും കുഞ്ഞിൻ്റെ റിലേഷൻ കണ്ട് സന്തോഷിപ്പിക്കുകയും ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് നിന്നിട്ട് എനിക്ക് മനസ്സിലായതും പറയാനായിട്ടുള്ളത്, നമുക്ക് സന്തോഷമെന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ കൈകളിൽ കൂടി ഇരിക്കുന്ന ഒരു ഇൻ്റർനെറ്റ് വേൾഡിൽ കൂടി നമുക്ക് കിട്ടത്തില്ല. നമ്മുടെ അടുത്ത് നമ്മുടേതെന്ന് പറയുന്ന വ്യക്തികളിൽ നിന്നിട്ട് അവരുടെ അടുത്തിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ടൈം നമ്മൾ തന്നെ കൊടുക്കണം. ഇച്ചിരി നഷ്ടം അങ്ങോട്ട് വന്നിരുന്നാൽ അത് മാറ്റി വെച്ചിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അവർക്കൊപ്പം ഇരിക്കാൻ, അവരുടെ സന്തോഷം കാണാൻ, അവരുടെ സന്തോഷത്തിൽ പങ്കാളിയാവാൻ ഉള്ള ഒരു ടൈം നമ്മൾ സ്പെൻഡ് ചെയ്താൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ അസറ്റായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എന്താ നിങ്ങളുടെ അഭിപ്രായം? അറിയിക്കുക.